അത് അറിയാനുള്ള അവസരം ജനങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മനസ്സിലാക്കേണ്ടത് സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെയാണ് എന്ന് പലവരും നാം അറിയുകയുണ്ടായി. സ്വഹാബികൾക്ക് ഇസ്ലാം നൽകിയ പദവിയുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്. റളിയല്ലാഹു അൻഹും വറദു അൻഹു, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവേയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സ്വഹാബികളെയും താബികളെയും കുറിച്ചാണ്. സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിന്റെ നിലവാരത്തിലേക്ക് ഉയരാൻ നമുക്ക് സാധ്യമല്ല. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതുപോലെ ഈ ജനതയിലെ ഏറ്റവും പുണ്യപൂർണമായ മനസ്സുള്ളവരും ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായ ആഴത്തിലുള്ള അറിവുള്ളവരും അതേപോലെ തന്നെ കൃത്രിമങ്ങൾ ഒരിക്കലും സ്വീകരിക്കാത്തവരും നേരായ പാതയിലൂടെ ചരിച്ചവരും മറ്റുള്ളവർക്ക് മാർഗദർശികളായി സിറാത്ത് മുസ്തഖീമിലൂടെ സഞ്ചരിച്ചവരുമാണ് സ്വഹാബികൾ എന്ന് കാണാൻ കഴിയും. ഇസ്ലാമിന്റെ ശരിയായ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിച്ച ഏത് വിഭാഗത്തെയും ചിന്താഗതികളെയും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അവരെല്ലാം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സ്വഹാബികളെ തള്ളുന്നവരാണ് എന്ന് കാണാൻ കഴിയും. സ്വഹാബികളുടെ പവിത്രതയും പോരിശയും അംഗീകരിക്കാത്തവരാണ് എന്ന് കാണാൻ കഴിയും. ലാ തസുബ്ബു സ്വഹാബി, ഒരിക്കലും നിങ്ങൾ എന്റെ സ്വഹാബികളെ പഴി പറയരുത്. വലൗ അൻഫഖ്തും മിസ്ല ഉഹുദിൻ ദഹബ, നിങ്ങൾ ഉഹുദ് മലയോളം സ്വർണം ദാനം ചെയ്താലും മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു, അവർ ഒരു മുദ്ദോ അരമുദ്ദോ ദാനം ചെയ്ത അത്ര പോലും എത്തുകയില്ല. സ്വഹാബികൾക്ക് നാം ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള പദവി നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഈ പദവിയൊന്നും സ്വഹാബികളെ പോലും വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവല്ല. ആ സ്വഹാബികളുടെ നിലവാരത്തിൽ പോലും എത്തിയിട്ടില്ലാത്ത ആളുകളാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും പ്രാർത്ഥിക്കപ്പെടുന്നത്. മുസ്ലിയാക്കന്മാർ പറയുന്നത് ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യുക മാത്രമല്ല, ഞങ്ങൾ പ്രാർത്ഥന തന്നെ നിർവഹിക്കാറുണ്ട്. എന്നിട്ട് സ്വലാത്ത് നഗറുകളിലും മറ്റുമൊക്കെ ബഹുജനങ്ങളെ ഇതേപോലെ വിളിച്ചു ചേർത്ത് മുസ്ലിയാക്കന്മാർ വേദിയിൽ വന്ന് വിവിധങ്ങളായ ആവശ്യങ്ങൾ, ഐഹികവും പാരത്രികവുമായ ആവശ്യങ്ങൾ, പരാതികൾ റബ്ബിനോട് വിളിച്ചു പറയുന്നത് പോലെ തങ്ങളെ തങ്ങളെ എന്ന് വിളിച്ചു കരയുകയും ഖൗമ് ആമീൻ ആമീൻ എന്ന് പറയുകയും ചെയ്യുന്ന അതേ പ്രാർത്ഥന അതിനെ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ട ചില ആളുകൾ അധപ്പതിച്ചു പോയ വേദനാജനകമായ ഒരു സാഹചര്യമുണ്ട്. ഇത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് ഉത്തമ തലമുറ കഴിയുന്നതോടുകൂടി തന്നെ സംഘടിതമായി ഇത്തരം വ്യതിയാന ചിന്തകൾ വന്നു. ഇസ്ലാമിനോട് ആദർശപരമായി എന്നും കടുത്ത ശത്രുത വെച്ച് പുലർത്തിയിട്ടുള്ളത് ജൂത സമൂഹമാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇസ്രായേലികളിൽ നിന്നൊരു പ്രവാചകൻ അന്തിമനായി കടന്നുവരും എന്നാണ് കരുതിയത്. ഇസ്മായിലികളിൽ നിന്ന് അന്തിമ പ്രവാചകൻ വന്നതുകൊണ്ട് അസൂയ വളരുകയും അത് അഹന്തയായി പരിണമിക്കുകയും ഇസ്ലാമിനെ തന്നെ വക്രീകരിക്കാനുള്ള ഗൂഢമായ പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള വ്യതിയാന ചിന്തകൾക്ക് തുടക്കം കുറിക്കുകയും ഇസ്ലാമിന്റെ വേഷമണിഞ്ഞുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളെ കോട്ടിമാട്ടാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി അണിയറയിൽ നടത്തുകയുമാണ്. പഴയകാല ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ വ്യതിയാന ചിന്തകളുടെ ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. അതിലൊന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ ഒന്നൊന്നായി കടപുഴക്കേറിയാനും അതേക്കുറിച്ച് മുസ്ലിം സമൂഹത്തിൽ ആശയക്കുഴപ്പങ്ങൾ വിതയ്ക്കാനും വേണ്ടി രൂപീകരിക്കപ്പെട്ട ഷിയഈ ചിന്തകൾ. ജൂതനായ ഇബ്നു സബാണ് ഷിയായിസത്തിന് ആധാരമായി വർത്തിച്ചത്. അവരും സ്വർഗത്തിലേക്ക് പോകേണ്ടവരെ സ്വർഗത്തിന്റെ മണ്ണുകൊണ്ടാണ് പടച്ചത് എന്നും അഹ്ലു ബൈത്തിൽപ്പെട്ടവരെ ഹാഷിമികളെ ഇമാമായി പരിഗണിച്ചെങ്കിൽ ആരാണ് ലോകം ഭരിക്കേണ്ടത് എന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു നിലവാരം സ്വീകരിച്ച് അവർക്ക് പോരിശ കൊടുത്ത് അവർക്ക് പവിത്രത കൽപ്പിച്ച് അള്ളാഹുവിന് അർപ്പിക്കേണ്ട പ്രാർത്ഥനകൾ പോലും ഈ ഇമാമുകൾക്കും ഔലിയാക്കന്മാർക്കും പുണ്യപുരുഷന്മാർക്കുമാണ് കൊടുക്കേണ്ടത് എന്ന വാദം ജൂത ചിന്താധാരയിൽ നിന്നാണ് ഉത്ഭൂതമായിട്ടുള്ളത് എന്ന് കാണാം. ജൂത ക്രൈസ്തവരെ അള്ളാഹു ശപിച്ചു. അവരുടെ അമ്പിയാക്കളുടെയും സാലിഹുകളുടെയും മഖ്ബറകളെ, ഖബറുകളെ അവർ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി എന്നതുകൊണ്ട് അതുകൊണ്ട് ഖബർ പൂജയും ഈ ഷിയഈ വഴിയിലൂടെ വന്നു. അതുമാത്രമല്ല, ഇസ്ലാമിന്റെ ആധാരമായിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വം, അതായത് സ്രഷ്ടാവായ അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ എന്ന തത്വത്തെ അങ്ങേയറ്റം വികൃതമാക്കിക്കൊണ്ട് സ്രഷ്ടാവ്, സൃഷ്ടി എന്ന് രണ്ടില്ലെന്നും എല്ലാം സ്രഷ്ടാവിന്റെ ഭാഗം തന്നെയാണ് എന്നും അതുകൊണ്ട് തന്നെ അദ്വൈതം, അതിന് തുല്യമായ വഹദത്തുൽ വുജൂദ് എന്ന വാദവുമായി ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുകയുണ്ടായി. കഴിഞ്ഞുപോയ ജൂത ക്രൈസ്തവ സമൂഹങ്ങൾക്ക് സംഭവിച്ചതുപോലെ അവരിലേക്ക് നിയോഗിതരായ പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശത്തിൽ അതിര് കവിഞ്ഞതുകൊണ്ടാണ് അത്തരമൊരു വ്യതിയാനമുണ്ടായത് എന്ന് കാണാം. വിശുദ്ധ ഖുർആൻ അഹ്ലി കിതാബിനെ വിളിച്ചുകൊണ്ട് പ്രത്യേകമായി ആഹ്വാനം ചെയ്തു. ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ ഒരിക്കലും ദീനിൽ അതിര് കവിയാൻ പാടില്ല.
അള്ളാഹുവെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ, പ്രമാണങ്ങളോടുള്ള നിലപാടുകൾ, സ്വഹാബികളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ അതിരുകവിഞ്ഞു. അങ്ങനെ അതിരുകവിയുകയും പ്രമാണങ്ങൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതിരിക്കുകയും പിൽക്കാലത്തുള്ള കേവല ബുദ്ധികളായ ഏതെങ്കിലും ശൈഖുമാർ, ആ മുറബ്ബിയായ ശൈഖുമാരെ നമ്മൾ സ്വീകരിച്ച് അവർ പറയുന്നത് അന്ധമായി അനുകരിച്ച് ഒരു വികൃതമായ വിശ്വാസം, അതും ഇസ്ലാമിന്റെ വിശ്വാസമാണ് എന്ന രൂപത്തിൽ സൂഫിസം എന്ന ഒരു ഓമന പേരിട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി. യഥാർത്ഥത്തിൽ ആ ഉത്തമ തലമുറയുടെ കാലം അവസാനിക്കുന്ന ഘട്ടം, അബ്ബാസികളുടെ ഭരണം നടക്കുന്ന കാലഘട്ടത്തിൽ വ്യതിയാനചിന്തകൾക്ക് വളക്കൂറുണ്ടായ ചില പ്രദേശങ്ങളുണ്ടായിരുന്നു. അവിടെ ഇന്ത്യ രാജ്യത്ത് നിന്നും ഗ്രീക്കിൽ നിന്നുമൊക്കെയുള്ള ഫൽസഫ, ഫിലോസഫിയും തത്വശാസ്ത്രങ്ങളും അങ്ങനെ ബുദ്ധിയുടെ അടിത്തറയിൽ മാത്രമുള്ള സിദ്ധാന്തങ്ങളും ആശയങ്ങളും അത് സമൂഹത്തിൽ ഇസ്ലാമിന്റെ കുപ്പായമിട്ട് അവതരിക്കുകയും ഇൽമുൽ കലാം എന്ന പേരിൽ പുതിയൊരു ചിന്താധാര ഉണ്ടാവുകയും ഖുർആനും സുന്നത്തും അതേപോലെ തന്നെ സ്വഹാബികൾ മുറുകെ പിടിച്ച മഹിതമായ ആശയ സംസ്കാരങ്ങളും അവഗണിക്കപ്പെടുകയും ഏതെങ്കിലും ഒരു ശൈഖിന്റെ പിന്നാലെ കൂടുന്ന ചില വൃന്ദങ്ങളായി വ്യതിയാന കക്ഷികൾ പലതും ഉടലെടുക്കാൻ തുടങ്ങുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ സൃഷ്ടി സൃഷ്ടാവി എന്ന വ്യത്യാസം സമൂഹത്തിൽ ഇല്ലാതായി. ഇന്ന് നമ്മുടെ നാട്ടിൽ സമസ്തയടക്കം ഉൾക്കൊള്ളുന്ന അഖീദ പരിശോധിച്ചാൽ, അശ്ശരി അഖീദ അടക്കം പരിശോധിച്ചാൽ സൃഷ്ടിയും സൃഷ്ടാവും ഒന്ന് തന്നെയാണ്. അള്ളാഹുവിന്റെ നൂറ് തന്നെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും ആ മുഹമ്മദ് നബി അള്ളാഹ് ആദ്യം പടച്ചു. അത് തന്നെയാണ് ആദം അലൈഹി സ്വലാം ആയത്. അത് തന്നെയാണ് മറ്റു പ്രവാചകന്മാരായി ഔലിയാക്കളായി ഈ പ്രപഞ്ചത്തിൽ പരിലസിച്ചുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായി എല്ലാം പടച്ച തമ്പുരാന്റെ തന്നെ ഭാഗമാണ് എന്നും ജീവിതത്തിന്റെ ലക്ഷ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടലോ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതോ അല്ല എന്നും അത് വളരെ നിസ്സാരരായ അങ്ങേയറ്റം നിലവാരം താണ ആളുകളുടെ ചിന്താഗതിയാണ് എന്നും സ്വർഗമല്ല നാം ലക്ഷ്യം വെക്കേണ്ടത്, നരകമോചനമല്ല ലക്ഷ്യം വെക്കേണ്ടത്, ഈ ജീവിതത്തിന്റെ അടിസ്ഥാനം അള്ളാഹുവിൽ തന്നെ വിലയം പ്രാപിക്കുകയാണ് എന്നുമുള്ള തികച്ചും ഇസ്ലാമുമായി ഒരിക്കലും യോജിക്കാത്ത പിഴച്ച വിശ്വാസങ്ങൾ ഇസ്ലാമിന്റെ കുപ്പായമിട്ടുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ശൈഖ് മുരീദ് സിദ്ധാന്തമുണ്ടായത്. ജൂതന്മാരുടെ ഇത്തരത്തിലുള്ള ഈ പുരോഹിത ചിന്ത ഷിയാക്കളിലൂടെ നമ്മുടെ സമൂഹത്തിൽ കടന്നു വരികയും പ്രവാചകനെ അനുധാവനം